മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറെ ബിസിനസ്സുകാരെയാണ്. എല്ലാവരും കൂടി ഇപ്പോൾ വന്നേക്കുന്നത് ഒരു ഫാക്ടറിയിലേക്കാണ്. ദേ ഈ കാണുന്ന പെണ്ണാണ് ഇതിന്റെ എല്ലാം ഓണർ. ബാക്കിയുള്ളവരൊക്കെ അവളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. മാഡം, കഴിഞ്ഞ തവണ പാമ്പുകൾക്ക് കൊടുത്ത തീറ്റയില്ലേ, അത് വളരെ നല്ലതായിരുന്നു. അത് കഴിച്ചതും അതിനകത്ത് ഒരു പാമ്പാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് 1 മീറ്റർ നീളം വെച്ചത്. ഈ പെണ്ണ് നടത്തുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാലേ പലതരത്തിലുള്ള പാമ്പുകളെ വളർത്തും. ശേഷം അതിനെയെല്ലാം കൊന്ന് അതിന്റെ തോല് മുറിഞ്ഞെടുക്കും. പാമ്പിന്റെ തൊലിക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. ദേ ഈ തോല് കണ്ടോ, എന്ത് ക്വാളിറ്റി നോക്കിയേ. ഈ സീസണിൽ ഏകദേശം ഒരു 10,000 പാമ്പിന്റെ തോലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 10,000മോ? അത്രയൊക്കെ പറ്റുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഫുഡാണ് ഞങ്ങൾ പാമ്പിന് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പാമ്പ് വളർന്ന് പാകമെത്താനായിട്ട് ഏകദേശം 2 വർഷമെങ്കിലും വേണ്ടിവരും. പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുകയാണെങ്കിൽ വെറും 2 മാസം കൊണ്ട് അതിന്റെ തോലെടുക്കാൻ പറ്റും. ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി പാമ്പിനെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ അവിടേക്ക് ചെന്നപ്പോഴോ അവിടെ എങ്ങും ഒരു ഒറ്റ പാമ്പില്ല. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ദൈവമേ, എന്റെ പാമ്പൊക്കെ ഇത് എവിടെ പോയി? അതും പറഞ്ഞ് അങ്ങേര് അവിടെ മുഴുവനും ഓടി നടന്ന് തപ്പുകയാണ്. എന്നാൽ അവിടെ എങ്ങും പാമ്പിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ പെണ്ണ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയായിട്ട് ഒരു വലിയ പാമ്പിന്റെ തോല് കിടക്കുന്നതാണ്. അതും വളരെ വലുത്. പെട്ടെന്നാണ് അവളുടെ തലയിലായിട്ട് എന്തോ വന്ന് വീഴുന്നത്. അത് കണ്ട് മുകളിലേക്ക് നോക്കിയപ്പോഴോ ദേ ഒരു 1.5 രാക്ഷസ പാമ്പ്. അതിനെ കണ്ടതും സകല എണ്ണവും അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുവാണ്. ഈ പാമ്പ് ഇത്രയും വളരാൻ കാരണം ഇവർ ഇതിന് കൊടുത്ത തീറ്റയായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയ പാമ്പ്. അവൾ അത് പറഞ്ഞു തീർന്നില്ല. ആ പാമ്പ് അപ്പോൾ തന്നെ ആ പെണ്ണിനെ അകത്താക്കി. അത് മാത്രമല്ല, ഈ